ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബ് ഭാരവാഹികൾ സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് മാവുങ്കാൽ ആനന്ദാശ്രമം ലയൺസ് ഹാളിൽ വെച്ച് നടന്നു. ബേക്കൽ ഫോർട്ട് ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. മാവുങ്കാൽ ആനന്ദാശ്രമം ലയൺസ് ഹാളിലാണ് ചടങ്ങ് നടന്നത്. മുൻ ജില്ലാ ഗവർണർ ഡെന്നിസ് തോമസ് സ്ഥാനാരോഹണ ഓഫീസറായി പരിപാടി ഉദ്ഘാടനം ചെയ്ത പുതിയ ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ചുമതലകൾ കൈമാറി. ഈ ലയൺസം എന്ന നമ്മുടെ സങ്കല്പം, ആ സങ്കല്പം രണ്ട് തൂണുകളിലാണ് നിലകൊള്ളുന്നത്. അതിൽ ഒരു തൂണാണ് നമ്മുടെ സർവീസ്, മറ്റൊരു തൂണാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്. ഒരു വാട്ടർ ടാങ്ക്, രണ്ട് തൂണുകളിൽ നിലകൊള്ളുന്ന ഒരു വാട്ടർ ടാങ്കിന്റെ ഒരു തൂണിന് എത്രമാത്രം ശക്തിയുണ്ട് എങ്കിലും മറ്റേ തൂണിന് കുറച്ച് ബലക്ഷയമുണ്ടെങ്കിൽ what happens? Water tank will collapse. Likewise, ലയൺസ് പ്രധാന ലയൺസ് ക്ലബ്ബുകൾ അതിന് ശോഷണം സംഭവിക്കും, ഇല്ലായ്മയുണ്ടാവും. എപ്പോൾ ഈ രണ്ട് തൂണുകൾക്കും തുല്യമായ പരിഗണനയും ശ്രദ്ധയും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സേവന പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ഫെലോഷിപ്പ്, ഇതിന് രണ്ട് തുല്യമായ പ്രാധാന്യം സാമ്പത്തികമായും സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തിരിക്കണം. മുൻ പ്രസിഡന്റ് NG അഷ്റഫ് പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. 2026-27 വർഷത്തേക്കുള്ള പ്രസിഡന്റായി AK ഷൌക്കത്ത് അലി, സെക്രട്ടറിയായി ശ്രീകുമാർ പളഞ്ചി, ട്രഷററായി P ഹംസ അസീസ് എന്നിവർ സ്ഥാനമേറ്റു. P ഗോപി, K ജോസ്, N ശ്രീകണ്ഠൻ, P മധുകുമാർ, ഗാലിദ് പാലക്കി എന്നിവർ സംസാരിച്ചു. അഷ്റഫ് കുളവയൽ സ്വാഗതവും ശ്രീകുമാർ പളഞ്ചി നന്ദിയും പറഞ്ഞു. സ്ഥാനമേറ്റ പ്രസിഡന്റ് AK ഷൌക്കത്ത് അലി ക്ലബിന്റെ പുതിയ വർഷത്തെ പ്രധാന പ്രവർത്തന പദ്ധതികൾ വിശദീകരിച്ചു. സ്കൂളുകളിലും കോളേജുകളിലും ആത്മഹത്യാ പ്രതിരോധവും മാനസികാരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നതിനും പൊതുജനങ്ങൾക്കായി കാർഡിയാക് അറസ്റ്റിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും CPR പരിശീലനവും ഉൾപ്പെട്ട മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനും ഈ വർഷം ക്ലബ്ബ് മുൻഗണന നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.